ആദ്യം ശ്രീ ഷാജി, വലിയ ദുഃഖത്തിലാണ് നിങ്ങളെന്നറിയാം. വലിയ വേദനയും അമർഷവുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. എങ്കിലും ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് നിങ്ങളുടെ ഭാഗം കൂടി കേൾക്കാൻ ക്ഷണിച്ചത്. ആരതിയുടേത് ഒരു ആത്മഹത്യയല്ല എന്നും മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്നും കൊലപാതകത്തിന് തുല്യമായ ശിക്ഷ അയാൾക്ക് വാങ്ങി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ആ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? കേൾക്കാം. ഞങ്ങളുടെ മകൾ മരിച്ച് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ സമുദായാചാരപ്രകാരമുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനിരിക്കുന്നത്. ഇത് ഇനി കേരളത്തിലെ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. HDFC ബാങ്കിൽ ജോലി, സ്ഥിരമായ ഒരു വരുമാനമുണ്ട് എന്ന് കണ്ടിട്ടാണ് ഈ അതുൽ എന്ന പയ്യനെ, ഈ മകളെ, ആരതിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ മാഡം പറഞ്ഞതുപോലെ കുട്ടിയുടെ അച്ഛൻ ദീർഘനാളായി മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന 2 പെൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. അതിൻ്റെ ബാധ്യതയൊക്കെ തീർന്നു. ഈ കുട്ടിയും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. 1 വർഷം ഗവൺമെൻറ് സർവീസിൽ അപ്രന്റീസ്ഷിപ്പായിട്ട് ജോലി ഉണ്ടായിരുന്നു കൊല്ലത്ത്. അത് തീരാറായപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ല വിവാഹാലോചന വന്നു. അത്യാവശ്യം തിരക്കി ഒക്കെയാണ് വിവാഹം ചെയ്തു കൊടുത്തത്. പക്ഷെ ഇങ്ങനെ ഒരു ക്രൂര സ്വഭാവം ഈ യുവാവിനുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ മുന്നിൽ, ഞാൻ മാമനാണെങ്കിലും ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും ഇവർ ഇടയ്ക്കെല്ലാം അവളുടെ സ്വന്തം വീട്ടിൽ വന്നു പോകും. വരുമ്പോൾ വളരെ സന്തോഷമായിട്ടാണ് രണ്ടുപേരും കഴിയുന്നത്. പ്രത്യേകിച്ച് അവർ തമ്മിൽ ഒരു വഴക്കുണ്ട് എന്ന് മാമനെന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മിനിയാന്ന് ഇതറിഞ്ഞ സമയം മുതൽ ഇന്നലെ ബോഡി കൊണ്ടുവരുന്നവരെ മെഡിക്കൽ കോളേജിലും പോലീസ് സ്റ്റേഷനിലും വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരു കുട്ടിക്കും ഇതുണ്ടാകാതിരിക്കട്ടെ, ഒരു പെൺകുട്ടിക്കും, കേരളത്തിലെ ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ എനിക്ക് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കുടുംബത്തിൻ്റെ ഒരു ആവശ്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഈ കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ സർക്കാർ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഈ കേസ് വാദിക്കണം. പരമാവധി ശിക്ഷ. ഇന്നിപ്പം അവസാനം ഞാൻ അറിഞ്ഞത് അവനെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം എനിക്കിത് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് വിദഗ്ധരായ ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വിവാഹിതരാകാൻ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഒരു കൗൺസിലിംഗ്, അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, ഒരു കൗൺസിലിംഗ് നിർബന്ധമാക്കാൻ ഒരു നിയമം കൊണ്ടുവരാൻ ഗവൺമെന്റ് കൂടി അക്കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ BNSന്റെ 80, 85, 86 സെക്ഷനുകൾ അനുസരിച്ച് ഇയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടത്തക്ക വിധത്തിൽ ഈ ഇത് കൈകാര്യം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ. ശ്രീ ഷാജി, ഇത് ആരതിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നത് അച്ഛനോടും അമ്മയോടും ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. പലതവണയായി അതിൻ്റെ ചാറ്റുകൾ, വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മരണം ഉറപ്പിക്കുന്നത് വരെ ഈ അതുൽ കാത്തിരുന്നു. വീട് തുറക്കാൻ വൈകി. അതിലൊക്കെ കുറച്ച് സംശയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഇത് ആത്മഹത്യ അല്ല, കൊലപാതകം എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ട്. നേരിട്ട് കൊലപാതകം നടത്തിയെന്ന് പറയുന്നില്ലെങ്കിൽ കൊലപാതകത്തിന് തുല്യമായ ഒരു ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് അയാൾ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ആ വീട്ടിൽ പോയതാണ്. എൻ്റെ മകൾ അവിടെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ട ഒരാളാണ്. കാണാനുള്ളൊരു മനഃശേഷി ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് പറഞ്ഞ് നിർബന്ധമായിട്ട് അത് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പോയി കാണുന്നത് ഞാനും ഈ കുട്ടിയുടെ വലിയച്ഛനും കൂടി ചേർന്നാണ്. ഞങ്ങൾ വൈകുന്നേരം പോയി കാണുമ്പോൾ അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് ഒരു വിളിച്ചിരുന്നെങ്കിൽ
ഞങ്ങൾ വന്ന് ആ കുട്ടിയെ രക്ഷിക്കുമായിരുന്നല്ലോ എന്നാണ് അതിന് തൊട്ടടുത്ത് താമസിക്കുന്നവരും. ആ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ കൂടി അവിടുത്തെ ചുവട്ടുതൊഴിലാളികളും അവിടുത്തെ സാധാരണക്കാരായ ആളുകളും പറഞ്ഞത്, ഈ പയ്യനെ ഒരു വിളി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ. അപ്പൊ അത്ര ക്രൂരമായ ഒരു മനസ്സിന് ഉടമകളായ യുവാക്കൾ മാറിപ്പോകുന്നല്ലോ എന്നുള്ളതാണ്. അതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ അവസരത്തിൽ, കാര്യം നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് ഷാജി, ഇയാൾ ഈ ആരതി മരിച്ചു എന്നറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദവും ഇല്ലാതെ പെരുമാറുന്നു എന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന്. അയാൾ അതേ സ്വഭാവക്കാരനാണെന്ന് തെളിയിക്കുന്ന മുൻ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്രയും ക്രൂര മനസ്സിനുടമയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോധ്യം വന്നിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾക്കിപ്പം ഇപ്പൊ ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹത്തിന് പൂർവ്വബന്ധം ഉണ്ടായിരുന്നുവെന്നും വിവാഹം നിശ്ചയിച്ചിരുന്നുവെന്നും, കൊല്ലത്തുള്ള ഒരു കുട്ടിയുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരുന്നു. അത് ഇയാൾ തന്നെ അത് ബോധപൂർവം ആ വിവാഹം നിശ്ചയിച്ച ശേഷം അതിൽ നിന്ന് പിന്മാറി. ആ കുട്ടി അതുകൊണ്ട് ആ കുട്ടിയും സൂയിസൈഡ് ചെയ്തു. അതിനെയും ഒരു ഗൗരവമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ ഈ ഞങ്ങളുടെ കുട്ടിയെ വിവാഹം ചെയ്ത ശേഷം ഈ സമീപകാലത്തായി മറ്റൊരു കുട്ടിയുമായി ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടിയുമായിട്ട് ചാറ്റും മറ്റും നടത്തിയിരുന്നുവെന്നും ഒക്കെ പറയുന്നു. അതൊക്കെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് മോളുടെ ഫോണും ഈ ഡയറിയും എല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ ഫോൺ പരിശോധിച്ച് എന്നൊക്കെ നോക്കേണ്ടതാണ്. ആ ചാറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവന്റെ ഫോണും റിട്രൈവ് ചെയ്ത് ഇത്തരം മെസ്സേജുകൾ ഒന്ന് നോക്കണം എന്നുകൂടി എനിക്ക് അഭ്യർത്ഥിട്ടുണ്ട്. അതിൽ കൂടെ നമുക്കത് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ മരണശേഷമാണ്, ആരതിയുടെ മരണശേഷമാണ് ആദ്യം വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും ആ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തതാണ് എന്നുമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പക്ഷേ ഈ അതുലിന്റെ വീട്ടുകാർ അത് നിഷേധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ മാത്രമാണോ ആ ആദ്യ വിവാഹ അഭ്യർത്ഥന നടത്തിയ പെൺകുട്ടിയെക്കുറിച്ചും അതിന്റെ ആ കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ചും അറിയുന്നത് ഇപ്പോൾ മാത്രമാണോ? അതെ, ഇപ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. അവർ നിങ്ങളെ ബന്ധപ്പെട്ടതാണോ ഈ മരണത്തിന് ശേഷം? ഇപ്പോഴുവരെ അവർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങളല്ലാതെ അറിഞ്ഞതാണ്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളാൽ കഴിയുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ അന്വേഷിക്കാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഞങ്ങളെ പോലീസിന് കൈമാറാം. ഈ മകള് അമ്മയോടും അച്ഛനോടും നിരന്തരം പീഡനം സഹിക്കേണ്ടി വരുന്നുണ്ട്, മദ്യപിച്ചിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വാട്സപ്പ് ചാറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ശബ്ദ സന്ദേശങ്ങളുണ്ട്. അപ്പോൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടി എത്തിപ്പെടും, ആരതി എത്തിപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നില്ലേ? അത് പരിഹരിച്ചു പോകുമെന്നതായിരുന്നോ കരുതിയിരുന്നത്? എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ മകളെ ഒപ്പം നിർത്താനോ അല്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് എത്തുമെന്ന്, നമുക്ക് മുൻകാല അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടായില്ലേ? ഇത്തരമൊരവസ്ഥയിൽ കാര്യങ്ങൾ ചെന്നെത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല. അച്ഛനും അമ്മയും ഞാൻ ഇന്നലെ അച്ഛനോട്, അച്ഛൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ, സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മകളെ പോകും എന്ന് അറിഞ്ഞിരുന്നില്ല. അമ്മയും പറയുന്നത് 1-2 ദിവസത്തിനകം ഉള്ള പോയി കൂട്ടി. കാര്യം അമ്മയുടെ അച്ഛൻ, വളരെ ഏജിലായിട്ടുള്ള അമ്മയുടെ അച്ഛൻ വീട്ടിൽ കിടപ്പിലാണ്. അപ്പോൾ ഒന്ന് തിരുവനന്തപുരം പോയി കൊണ്ടുവരുന്നതിനുള്ള ഒരു കാലതാമസം, ഇന്നോ നാളെയോ ഞാൻ വന്ന് മോളെ കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ അച്ഛൻ ഗൾഫിൽ നിന്ന് പറഞ്ഞു, ഈ പയ്യനോട് പറഞ്ഞു, നീ അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു 2 ദിവസത്തേക്ക്, ഇന്നിപ്പോൾ ഞായറാഴ്ചയ്ക്കകം അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളുടെ മകൾ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഷാജി, ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പ്രാഥമികമായി അറിയാൻ, 50 പവൻ സ്വർണം ആരതിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് പൂർണ്ണമായും പണയം വെച്ചും വിറ്റും ആഡംബര ജീവിതം നയിക്കാൻ അതിൽ ഉപയോഗിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷവും സ്ത്രീധന പീഡനം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിരുന്നോ വിവാഹ സമയത്ത്? അത് കൊടുത്തത് മുഴുവൻ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അയാളുടെ ഈ ഉപദ്രവത്തിനുള്ള കാരണം എന്തായിരുന്നു? അയാൾക്ക് ഞങ്ങളങ്ങനെ കൂടുതൽ വാഗ്ദാനമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഒരു മകൾ എന്നുള്ള നിലയിൽ മകൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അച്ഛൻ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. ഈ 2 മാസത്തിന് മുമ്പും ഒരു 1,00,000 രൂപ, 50,000 രൂപ വീണ്ടും അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ അദ്ദേഹം പൈസ അയച്ചു കൊടുക്കും. പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ ചില പ്രോപ്പർട്ടികളുണ്ട്, ആ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. സാമ്പത്തിക സഹായം ചെയ്തിരുന്നു അവർക്ക് ആവശ്യപ്പെടുമ്പോഴെല്ലാം. കാര്യം വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമേ ആയുള്ളൂ.
ഒരു എബവ് 30 lakhs 30 ലക്ഷത്തിന് മുകളിൽ ഇയാൾക്ക് ബാധ്യത ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. മറ്റതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, നിർഭാഗ്യവശാൽ മറ്റൊരു സ്ത്രീധന പീഡന മരണത്തിൻ്റെ ചർച്ചയിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേയധികം വർഷത്തിനിടയിൽ ഒരു 10 വർഷം എടുത്താൽ പോലും 100ഓളം സ്ത്രീധന പീഡന മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകളാണ് വരുന്നത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരുപാട് സംഭവങ്ങളുമുണ്ട്. മറ്റൊരു ആരതി കൂടി ഉണ്ടാവുന്നു. താങ്കൾക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം കേട്ട കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.